കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മാത്യു അങ്കിൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സിയോൺ സിംഗേഴ്സ്, വിശേഷാൽ പാസ്റ്റർ ജെയിംസ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ രാത്രിയിൽ തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം ഇവിടെ പരസ്യമായിട്ട് വായിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വചനത്തിനായി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിൻ്റെ കാതലായ ചില സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ നമുക്കറിയാം, അപ്പോസ്തലനായ യോഹന്നാനാണ്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3 ലേഖനങ്ങൾ, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് ജോൺ ദി അപ്പോസ്റ്റൽ സംഭാവന ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റോളജിയിൽ, ക്രിസ്തുശാസ്ത്രത്തിൽ ഏറ്റവും റിച്ചായ ഒരു പുസ്തകമാണ്. ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പല തെറ്റിദ്ധാരണകൾ, ദുരുപദേശങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ പുസ്തകം പഠിക്കുന്ന ഒരാളിന് ഈ ഉയർന്നു വരുന്ന കാലഘട്ടത്തിലെ ദുരുപദേശങ്ങളെ നേരിടുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ത്രിയേക ദൈവം എന്നിങ്ങനെയുള്ള വെളിപ്പാടുകൾ വളരെ ശക്തമായി ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം വായിച്ചാണ് കേട്ടത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? എന്നാൽ ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ, യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് 1-ാമത്തെ ലേഖനത്തിൽ രക്ഷിക്കപ്പെട്ടയാളിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കാണുവാൻ കഴിയും. ഇവിടെ ദൈവമക്കളാകുന്നതെങ്ങനെ? അവിടെ മക്കളുടെ ക്വാളിറ്റി, ഇത് രണ്ടും ഇന്ന് രാത്രിയിൽ അല്പമായി സൂചിപ്പിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നിയോഗം ഉണ്ട്. ഈ 4-ാമത്തെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 31-ാം വചനം ആണ് ഈ സുവിശേഷം എഴുതുവാൻ ഉള്ള ഉദ്ദേശം. എല്ലാവരും ഈ സുവിശേഷം വായിക്കണമെന്നും, ഈ സുവിശേഷം വായിക്കുന്നവർ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന തിരിച്ചറിവിലേക്ക് വന്ന് യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഈ 4-ാമത്തെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ 18 വചനങ്ങൾ, അതാണ് സുവിശേഷത്തിൻ്റെ മുഖവര. ഈ 18 വചനത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് അടുത്തു വരുന്ന അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ 18 വചനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആദ്യത്തെ 5 വചനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് പ്രധാനപ്പെട്ട വിഷയം.
6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ വെളിപ്പെട്ട യേശുവിനോടുള്ള വ്യത്യസ്ത റിയാക്ഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, നെഗറ്റീവായിട്ടുള്ളത്. അവൻ ഈ ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല. 2, യഹൂദന്മാരവനെ തിരസ്കരിക്കുന്നു. 3, പോസിറ്റീവ് റിയാക്ഷൻ. അതാണ് നമ്മൾ ഈ 12-ാമത്തെ വചനത്തിൽ വായിച്ചത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. 14-ാം വചനം മുതൽ 18-ാം വചനം വരെ ജഡയവതാരം ചെയ്ത വചനം. ഇതാണ് മുഖവര. ആ മുഖവരയുടെ ഒരു ഡിവിഷനാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇനി ഞാൻ വായിച്ച കുറിവാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ അവൻ എന്നൊക്കെ പറഞ്ഞാണ് 12-ാം വാക്യം നമ്മൾ വായിച്ചത്. ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് നന്നായി അറിയാം. ഇതാദ്യത്തെ വാക്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനമാണ്. മലയാളത്തിൽ ആദ്യത്തെ ഒരു വാക്ക് ഇല്ല. ഇംഗ്ലീഷ് പരിഭാഷകളിൽ ബട്ട് അല്ലെങ്കിൽ യെറ്റ് എന്ന വാക്ക് ആണ് ആദ്യം കാണുവാൻ കഴിയുന്നത്. എന്നാൽ എന്ന് തുടങ്ങുന്ന ഒരു വാക്ക്. അത് മേൽപ്പറഞ്ഞ വചനങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ട്. ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരാമർശിക്കുന്നത് വചനത്തെക്കുറിച്ച്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമെന്ന് സംബോധന ചെയ്യുന്നത് ആരെയാണ്? 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വചനമാണ് മനുഷ്യവേഷത്തിൽ ജഡയവതാരം ചെയ്യുന്നത്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. 15, 16 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തുവാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് യോഹന്നാൻ അവിടെ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നാൽ എന്നൊരു വാക്ക് അവിടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റാണ്. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകം തിരസ്കരിച്ചു. 10-ാം വാക്യം ഒന്ന് വായിക്കാം. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ലോകം അവനെ അറിഞ്ഞില്ല. ലോകം അവൻ മുഖാന്തരമാണ് ഉളവായത്. 3-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ അല്ല ഒന്നും ഉളവായത്. ജീസസ് ഈസ് ദ ക്രിയേറ്റർ. അവനാണ് സകലത്തെ ഉളവാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ശക്തമായി സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എന്നാൽ സൃഷ്ടിതാവാകുന്ന ദൈവം ഈ താണഭൂമിയിൽ അവിടുത്തെ സൃഷ്ടിയിൽ വന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തിരസ്കരിച്ചു. The world rejected Jesus. അടുത്ത വാക്യത്തിലാണ് അതിനേക്കാൾ ഭയങ്കരമായ ഒരു കാര്യം ജോൺ വെളിപ്പെടുത്തുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ
അവനെ തിരസ്കരിച്ചു. ആരാണ് ഈ സ്വന്തക്കാര്? ലോകം അവനെ തിരസ്കരിച്ചു, അവനെ അറിഞ്ഞില്ല. സൃഷ്ടിതാവാം ദൈവം മനുഷ്യവേഷത്തിൽ വന്നു, ലോകക്കാർ തിരിച്ചറിഞ്ഞില്ല. അതിനേക്കാൾ കടുങ്കൈയാണ് അവൻ വന്നത് യഹൂദന്മാരിലേക്ക്. യഹൂദൻ അവനെ കൈക്കൊണ്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സുവിശേഷകർ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് ഞാൻ പറയാം. ക്രിസ്തു നിമിത്തം തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങളുടെ അരുമനാഥൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അല്പം കൂടെ പറഞ്ഞാൽ, ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ പുറകെ പോയാൽ അതാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. യേശുവിൻ്റെ പുറകെ പോയാൽ ലോകപ്രകാരം ഏതോ ഔന്നത്യം പ്രാപിക്കുമെന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒത്തിരി ആളുകൾ അതൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിന് പറയാനുള്ളത്, ബൈബിൾ വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശുക്രിസ്തു ജഡാവതാരത്തിൽ ഹി വാസ് റിജക്റ്റഡ്. അവന്റെ പുറകെ പോകുകയാണെങ്കിൽ അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എവിടെയെല്ലാം യേശു റിജക്റ്റഡ് ആയിരുന്നു, സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വന്തം ഗ്രാമമാകുന്ന നസ്രയത്തിൽ യേശു റിജക്റ്റഡ് ആയിരുന്നു. പള്ളിക്കാരെല്ലാം കൂടെ കൂടി ഒരു മലയുടെ മുകളിൽ നിന്ന് കർത്താവിനെ താഴെയിടുവാനാണ് ശ്രമിച്ചത്. അങ്ങനെ നസ്രയത്ത് വിട്ട് കഫർനഹൂമിൽ ചെന്ന് പാർത്തു. അവിടെയും ആളുകൾ കൈക്കൊണ്ടില്ല. ഗദരദേശത്ത് അത്ഭുതം നടന്നു, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടെന്താ സംഭവിച്ചത്? ആട്ടുകാർ പറഞ്ഞു ഇവിടം വിട്ടു പോകണം. അവർക്ക് രക്ഷകനേക്കാൾ വലുത് പന്നിയായിരുന്നു. ശമരിയയിലുള്ളവർ യേശുവിനെ തിരസ്കരിച്ചു. ലൂക്കോസ് 9:51 മുതലുള്ള വചനത്തിൽ കാണാൻ കഴിയും. പലയിടങ്ങളിലും പാലസ്തീനിൽ യേശു തിരസ്കരിക്കപ്പെട്ടവനാണ്. സ്വന്തം ശിഷ്യന്മാർ യേശുവിനെ തിരസ്കരിച്ചു. 12 പേരിൽ ഒരുവനല്ലേ ഒറ്റിക്കൊടുത്തത്? മറ്റ് സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാർ യോഹന്നാൻ 6:60, യോഹന്നാൻ 6:66 സമർപ്പണം ഉണ്ടായിരുന്നവർ, അവരുദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ അവനെ വിട്ടുപോയി എന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്? ഉപദേശം കഠിനമായി. ഇത് ആർക്കുൾക്കൊള്ളാൻ കഴിയും? അവരെല്ലാം യേശുവിനെ തിരസ്കരിച്ചു. അതെ, ഈ കൂടെയുള്ള ബാക്കി 11 ശിഷ്യന്മാരോ? ഒരു ഘട്ടം വന്നപ്പോൾ യേശുവിൻ്റെ പീഡനങ്ങൾ അവർക്ക് മനസ്സിലായി. ഈ പീഡനങ്ങൾ യേശു ക്രൂശിൽ പോകുകയാണ്. അവരെല്ലാം യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പോയെന്നും തിരുവെഴുത്ത് പറയുന്നില്ലേ? All the disciples deserted Jesus. കുറച്ച് സമയം കഴിഞ്ഞ് ആ 11 പേരൊക്കെ മടങ്ങി വന്നു. എങ്കിലും ഒരു സമയത്ത് കർത്താവ് അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ശോധനയുടെ നടുവിൽ അവർ പലരും വിട്ടു പോയി. അതെ, മറിയയ്ക്കും യോസഫിനും ഉണ്ടായ കുഞ്ഞുങ്ങൾ, യേശുക്രിസ്തുവിന്റെ ജനനം കന്യകാ ജനനമാണെന്ന് നമുക്കറിയാം. അതിനുശേഷം ജോസഫിനും മറിയയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്തിക ജീവിതമുണ്ടായിരുന്നു. ആൺമക്കളും പെൺമക്കളും അവർക്കുണ്ടായിരുന്നു. അവരുടെ മനോഭാവം എന്തായിരുന്നു? യോഹന്നാൻ 7:5 അവർ യേശുവിൽ വിശ്വസിച്ചില്ല. ഇനി ഇസ്രായേൽ മുഴുവനുമായി യേശുവിനെ തിരസ്കരിച്ചല്ലോ.
അവരല്ലേ റോമാക്കാർക്ക് കൊണ്ട് യേശുവിനെ ഏൽപ്പിക്കുന്നത്? ജീസസ് വാസ് റിജക്റ്റഡ്. അവൻ ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം പീഡനത്തിലൂടെയോ കഷ്ടതയിലൂടെയോ പ്രയാസത്തിലൂടെയോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വചനം നിന്നെ ധൈര്യപ്പെടുത്തണം. അരുമനാഥനായ കർത്താവ് നിനക്ക് മുൻപായി പോകുന്നു. അവൻ ഇതെല്ലാം സഹിച്ചു. ഈ ലോകത്തിന് തരാനുള്ളത് മുഴുവനും അവൻ സഹിച്ചു. പക്ഷേ അവൻ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. നീ വിശ്വാസം വിടരുത്, നീ പിന്മാറരുത്, ശുശ്രൂഷ വിടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർത്ഥങ്ങൾ വരുമ്പോൾ അടുത്ത നിമിഷം എടുക്കാൻ കാലുവെക്കാൻ കഴിയത്തില്ല എന്നുള്ള തോന്നലുകൾ, ചിന്തകൾ വന്നു എന്ന് വരാം. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷ വൃന്ദത്തോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ശുശ്രൂഷ വിടരുത്, ശുശ്രൂഷ വിടരുത്, വിശ്വാസം ത്യജിക്കരുത്, അന്ത്യത്തോളം പിടിച്ചു നിൽക്കണം. എങ്ങനെ സാധിക്കും? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ആമേൻ, ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ജോൺ പറഞ്ഞിട്ട് പോസിറ്റീവായി പറയാ. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്, അത് മറന്നു പോകരുത്. തിരുവല്ലായിൽ ഒരു ശേഷിപ്പുണ്ട്, പുളിക്കീഴൊരു ശേഷിപ്പുണ്ട്, കേരളത്തിലൊരു ശേഷിപ്പുണ്ട്, ഭാരതത്തിലൊരു ശേഷിപ്പുണ്ട്. അവർ ദൈവമക്കളാണ്. എല്ലാവരും ദൈവമക്കളല്ല. ക്രിസ്ത്യാനികളെല്ലാം ദൈവമക്കളല്ല. പെന്തിക്കോസ്തുകാരും എല്ലാം ദൈവമക്കളല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ 3 പ്രധാനപ്പെട്ട ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കുക. കൈക്കൊള്ളുക, വിശ്വസിക്കുക, ദൈവമക്കൾ ആകുക. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞാൽ വിശ്വസിക്കുക, കൈക്കൊള്ളുക, ആകുക, ദൈവമക്കൾ ആകുക. എന്താ വിശ്വസിക്കേണ്ടത്? അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. നാമം എന്താ? JESUS, ജീസസ് ആണോ? നാമമെന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് നാമം വഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവവിശേഷങ്ങൾ, ആ നാമം വഹിക്കുന്നയാള് എന്തൊക്കെ ആണ് ചെയ്തത്, അവിടുന്ന് ആരാണ്, ഇതെല്ലാം കൂടെ മനസ്സിലാക്കി ഗ്രഹിച്ച് അവിടുത്തെ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വാസം. അല്ലാതെ യോഗത്തിൽ ധൃതിയിൽ പ്രസംഗിച്ച് അവസാനം കൈവക്കാൻ ആരുണ്ടെന്ന് പറയുമ്പോൾ കൈവക്കുന്നത് രക്ഷിക്കപ്പെടുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരാൾ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ 17:6 ചില തർജ്ജിമകളിൽ അവൻ്റെ നാമത്തെ, ഞാൻ നിന്റെ നാമത്തെ വെളിപ്പെടുത്തി, മറ്റ് ചില തർജ്ജിമകളിൽ ഞാൻ നിന്നെ വെളിപ്പെടുത്തി. എന്താണ് നാമം? പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവം
പിതാവാം ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പുത്രന്റെ ഐഹിക ജീവിതത്തിൽ വെളിപ്പെടുത്തി. പുത്രന് പറയാനുള്ളത്, എന്നെ കണ്ടോ, പിതാവിനെ കണ്ടു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശു ആരാണ്? യോഹന്നാൻ 1 ആദ്യത്തെ 5 വാക്യങ്ങളിൽ അവിടുത്തെ ദൈവത്വം, ആദ്യത്തെ 2 വചനങ്ങളിൽ the pre-existence of Jesus Christ. കന്യകാ മറിയത്തിൽ ജനിക്കുമ്പോഴല്ല യേശുവിന്റെ തുടക്കം. അവിടുന്ന് ഇന്നലത്തെ നിത്യത മുതലുള്ളവനാണ്. ആദിയിൽ ലോഗോസ്. ആദിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നിത്യതയിൽ. ആദിയിൽ വചനം ദൈവത്തോടുകൂടി. വചനം ഞാൻ മുഖവരയിൽ പറഞ്ഞു, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവാം ദൈവത്തോട് കൂടെയായിരുന്ന വചനം യേശു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആദ്യത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. രണ്ടാമത്തെ പിരിവാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. കായ്ഹോ ലോഗോസ് എൻ പ്രോസ്റ്റോൺ തിയോൺ. പ്രോസ്റ്റോൺ തിയോൺ എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. അതിൻ്റെ അസൽ അർത്ഥം ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും മുഖാമുഖം നോക്കിക്കൊണ്ട് അഭേദ്യമായ ബന്ധത്തിൽ മീനിങ്ഫുൾ ആയിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചു വന്നു. യേശുവിൻ്റെ ദൈവത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ പിരിവ് നോക്കി. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. കൈത്തിയോസ് എൻ ഹോലോഗോസ്. പച്ചയ്ക്ക് എഴുതിയിരിക്കുകയല്ലേ യേശുക്രിസ്തു ദൈവമാണെന്ന്. അവന്റെ നാമത്തെ വിശ്വസിക്കുക. ജീസസ് ഈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ സംശയവും എതിർവാദങ്ങളും ഒക്കെ വന്നു. അത് നേരിടാൻ ഇപ്പൊ അധികം പേരില്ല. നമ്മൾ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പ്രൊഫഷണൽ സ്കൂളുകളിൽ, കോളേജുകളിൽ കടന്നു പോകുമ്പോൾ ഉടക്ക് ചോദ്യങ്ങളുമായി, സംശയിപ്പിക്കുന്ന ചോദ്യങ്ങളുമായി അവരെ സമീപിക്കുമ്പോൾ അതിന് ന്യായമായ മറുപടി വേദപുസ്തകത്തിൽ നിന്ന് പറയാൻ അവർക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? പ്രാദേശിക സഭയിൽ പഠിപ്പിക്കേണ്ടവർ ഇത് പഠിപ്പിച്ചില്ല. നമുക്കെല്ലാം വിടുതലാണ്. വിടുതൽ. ദൈവം ആരാണെന്നറിയില്ല. ഇപ്പം കൈവക്കി അങ്ങ് രക്ഷിക്കപ്പെടുക. സ്തോത്രം. നാം എത്തിയിരിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിയുക. വല്ലാത്ത ഒരു കാലഘട്ടമാണ്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ ചതിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ആധികാരികമായി ദൈവവചനം പഠിക്കാനായി വചനത്തിലേക്ക് മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറാക്കുന്നതിനേക്കാൾ, എഞ്ചിനീയർ ആക്കുന്നതിനേക്കാൾ, മറ്റേതെങ്കിലും പ്രൊഫഷണൽ ഉദ്യോഗം അതിലാക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഈ വചനം ഗ്രഹിക്കുന്നത്. അവന്റെ നിത്യത അവിടെയാണ്. വചനമറിയാതെ എങ്ങാണ്ട് കൈപൊക്കി എവിടെയോ ഉണ്ടെന്ന് മുക്കി, എന്നിട്ട് ആ കുട്ടി തെറ്റിദ്ധരിക്കുകയാണ് സ്വർഗത്തിൽ പോവുകയാണെന്ന്. നമ്മളാണിത് കാണിച്ചത്. ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. Who is Jesus? He is pre-existent. അവൻ ഇന്നലത്തെ നിത്യത മുതലുള്ളവൻ. അവൻ ആദിയില്ല, അവൻ അവസാനമില്ല.
He is God. എന്നിട്ട് രണ്ടാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യത്തോട് ചേർന്ന് അതിനെ പിന്താങ്ങിക്കൊണ്ട് എഴുത്തുകാരൻ എവിടെ എഴുതുകയാണ്? അവൻ ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നു. മൂന്നാം വാക്യം സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എത്ര കൃത്യമായിട്ടാണ്! ഒരു തുടക്കമുള്ളത് മുഴുവനും, ഉണ്ടായത് മുഴുവനും ഉണ്ടാക്കിയത് യേശുവാ. ചിലര് പറയുന്നത് യേശു ഒരു സൃഷ്ടിയാണെന്ന. തെറ്റിപ്പോയി. രക്ഷ നഷ്ടപ്പെടും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തിരസ്കരിക്കുന്നവർ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോളും. നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ബന്ധനം. He is the creator. സകലതും അവൻ മുഖാന്തരം ഉളവായി. എന്നിട്ട് അത് തന്നെ മറ്റൊരു നിലയിൽ എഴുതിയിരിക്കുക, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. തീർത്തു പറയാം, everything that has come into existence has been created by our Lord Jesus Christ. അവന്റെ പ്രീ എക്സിസ്റ്റൻസ്, അവന്റെ ക്രിയേറ്റീവ് പവർ. നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ സെൽഫ് എക്സിസ്റ്റന്റ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സോയെ, നിത്യജീവന്റെ ഉറവ അവനാണ്. ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും ദൈവത്തിൽ നിന്ന് ജീവൻ കിട്ടുന്നു. പക്ഷെ ഈ ജീവന്റെ ഉറവയാരാണെന്ന് അറിയാമോ? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്വനായ യേശുക്രിസ്തു. He is God. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവൻ ആരാണ്? അവനിൽ വിശ്വസിക്കണം. He is God. കാലത്തിന്റെ സമ്പൂർണതയിൽ 9-ാം വാക്യം വരുമ്പോൾ തന്നെ ഒരു സൂചനയുണ്ട്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തന്നെ ഇൻകാർണേഷന്റെ സൂചനയുണ്ട്. എന്നാൽ 14-ാം വാക്യം വരുമ്പോൾ എത്ര കൺസൈസായി ഇൻകാർണേഷന്റെ ആഴമുള്ള വചനം ജഡമെടുത്തു. വചനം ജഡമെടുത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന ആ വാക്കിനേക്കാൾ കൂടാരമടിച്ചു. ശലോമോൻ ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. തൻ്റെ ആലയത്തിൻ്റെ ഉദ്ഘാടന സമയത്ത്, ഈ സർവശക്തനായ ദൈവം ഭൂമിയിൽ വന്ന് താമസിക്കുമോ? ദൈവത്തിനാർക്ക് കെട്ടിടമുണ്ടാക്കാം. ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു. ഇന്നലത്തെ നിത്യത മുതൽ ഉണ്ടായിരുന്ന കർത്താവ് യേശു മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിൽ ഇറങ്ങി വന്നു. കാർമൻ ക്രിസ്റ്റി എന്ന് പറയും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ ഉള്ള വചനങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ സഭ പാടിയ ഒരു ഗീതമാണ്. അവിടെയൊക്കെ ക്രിസ്റ്റോളജിയുടെ മുത്തുകൾ. പിതാവാം ദൈവത്തോട് സമനായിരിക്കുന്ന പുത്രന്റെ ജഡയവതാരം, തന്നെത്താൻ ഒഴിച്ചു, ദാസനായി, മനുഷ്യനായി എന്നൊക്കെയുള്ള വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് അറിയാം. അത് ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഹു ഈസ് ജീസസ്? യേശു ആരാണ് എന്ന് തിരുവെഴുത്തിലൂടെ ഗ്രഹിച്ച് അവനിൽ അർപ്പിക്കുന്ന ആശ്രയം. അവൻ ദൈവമാണ്. അവൻ മനുഷ്യനായി വന്നു. എന്തിനു വന്നു? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ വന്നു. എന്റെയും നിങ്ങളുടെയും പാപത്തെ അവൻ ചുമന്നു. ഒരു പ്രായശ്ചിത്ത മരണം അവനുണ്ടായി. പ്രായശ്ചിത്തമായി അവൻ ഏൽപ്പിച്ചു കൊടുത്തു.
അവന്റെ യാഗമരണം സബ്സ്റ്റിറ്റ്യൂഷണറി, പകരക്കാരനായിട്ടായിരുന്നു. എൻ്റെ പാപം അവൻ്റെ മേൽ കണക്കിട്ടു, അവൻ്റെ നീതി എനിക്ക് കണക്കിട്ടു എന്നിങ്ങനെയുള്ള അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞാണോ അന്ന് പണ്ട് ഈ കൈ പൊക്കി രക്ഷിക്കപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവൻ്റെ സ്വഭാവം, അവൻ ദൈവമാണ്, അവൻ മനുഷ്യനായി വന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ യാഗമരണം, മരിക്ക മാത്രമോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, അവൻ ഇനി വേഗം വരുന്നു എന്നൊക്കെയുള്ള കാതലായ ഉപദേശ സത്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് ഗ്രഹിച്ചിട്ടാണ് അവരിൽ വിശ്വസിക്കുന്നത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ആ നാമം വഹിക്കുന്ന വ്യക്തി എന്തെല്ലാമാണ്, എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, വിശ്വസിക്കുന്നയാള് കൈക്കൊള്ളും, ഗ്രാസ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വിശ്വാസമല്ല. യേശുവിനെ ശരിക്ക് തിരിച്ചറിഞ്ഞോ, വചനത്തിലൂടെ മനസ്സിലായി എങ്കിൽ റിസീവിംഗ് ഹിം പേഴ്സണലി എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനങ്ങളെല്ലാം അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ യഹൂദനെന്നില്ല, ജാതിയിൽ നിന്നില്ല, ഏത് മതത്തിലും കുലത്തിലും എവിടെയും പെട്ട ആളുകൾക്ക് ഇന്ന് ദൈവമക്കളായി തീരുവാൻ കഴിയും. അവൻ ആരാണെന്ന് മനസ്സിലായി അവനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന വ്യക്തി ദൈവമക്കൾ എന്ന തസ്തികയിലേക്ക് വരികയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ ഈ എഴുത്തുകാരൻ ജോൺ എക്സൈറ്റഡ് ആയി, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഏറ്റവും വലിയ സ്നേഹം നമ്മെ ദൈവമക്കളാക്കി തീർത്തതാ. നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും പരിഹാരം അതിനുണ്ടാക്കി. പാപികളെന്ന നിലയിൽ ഒരു കർമ്മമാർഗത്തിലൂടെ നീതീകരണം ഇല്ല എന്ന സത്യം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാമെന്ന ധാരണയാണ് എനിക്കുള്ളത്. നാം ഒന്ന് ചെയ്താലും നടക്കില്ല. വിശുദ്ധനായ ദൈവം നമ്മെ അംഗീകരിക്കില്ല. പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണനായിരിക്കണം. നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കാൻ ഒക്കുമോ? ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളും ന്യായമായി സ്വർഗത്തിൽ പോകുവാൻ അർഹരല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കാൻ ഒരാൾ തയ്യാറായാൽ അവർ രക്ഷിക്കപ്പെടും. അവർ ദൈവ മക്കളായി തീരുകയാണ്. ദൈവമക്കൾ, നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട പിശാചിന്റെ മക്കളെ ദൈവമക്കളാക്കി തീർക്കുന്നതാണ് സുവിശേഷത്തിന്റെ കാതലായ സത്യം. അകത്തും പുറത്തും ഇരിക്കുന്നവർ ഇന്ന് രാത്രി കേൾക്കണം. നിങ്ങളെ ദൈവ മക്കളാക്കി തീർക്കുന്നതാണ് സുവിശേഷം. അതെങ്ങനെയാ? വിശ്വാസത്താൽ, രക്ഷ സൗജന്യം, കൃപയാൽ, ദൈവത്തിൻ്റെ ദാനം, ഒന്നും പ്രവർത്തിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാർത്തികളെ, യൗവനക്കാരെ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു സൂപ്പർ നാച്ചുറലായ അനുഭവം അന്തരാത്മാവിൽ നടന്നിട്ടുണ്ടോ? ആ വാക്യം ശ്രദ്ധിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ജാതിമത ഭേദമന്യേ ഏവർക്കും, സാമ്പത്തിക നിലവാരം എങ്ങനെയുമാകട്ടെ ഏവർക്കും, വിദ്യാഭ്യാസ നിലവാരം ഏതുമാകട്ടെ ഏവർക്കും, അതിന് ഡിനോമിനേഷൻ മാറേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു ആരാണെന്ന് തിരിച്ചറിവിലേക്ക് വരണം. യേശു കേവലം ഒരു റിലീജിയസ് നേതാവല്ല.
മറ്റു ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെ യേശു കുറെ നല്ല കാര്യം പറഞ്ഞേച്ചു പോയ ആൾ മാത്രമല്ല. അവിടുന്ന് പറഞ്ഞത് എല്ലാം നല്ലതാ, പക്ഷെ അത് മാത്രമല്ല വിഷയം. യേശു ഇവിടെ വന്നതൊരു മതം സ്ഥാപിക്കാനല്ല, യേശു വന്നത് ബന്ധം സ്ഥാപിക്കാനാണ്. പിതാവാം ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അത് ഇന്ന് രാത്രി ഈ പറയുന്ന ദൈവത്തിൻ്റെ വചനം ഒരാളിൻ്റെ ഹൃദയത്തിലേക്ക് കയറി ആത്മാവ് ആ വചനത്തെ കൊണ്ടിടുമ്പോൾ അവിടെ വിശ്വസിക്കാൻ തയ്യാറായാൽ വീണ്ടും ജനനമെന്ന അപാര അത്ഭുതം ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ മക്കളാകണമെങ്കിൽ ഒരു ജനനം നടക്കുന്നു. 13-ാം വാക്യം കർത്താവിൻ്റെ ദാസൻ ഇവിടെ വായിക്കും. അത് അത്യാവശ്യമാണ്. 3 നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കണേ. അവർ രക്തത്തിൽ നിന്നല്ല. 1, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല. 2, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. 3, പുരുഷന്റെ ഇഷ്ടത്താലല്ല. ദൈവത്തിൽ നിന്ന് എത്ര ജനിച്ചത്? ദൈവത്തിൽ നിന്ന് ജനിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവ മക്കളാകുന്നത് ഒരു ജനനത്താല. ദൈവം വിശ്വസിക്കുന്നവരെ ജനിപ്പിക്കും. ആ 13-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ കാര്യം നെഗറ്റീവായി പറയുന്നത് അവർ രക്തത്തിൽ നിന്നല്ലെന്ന്. ദൈവമക്കളാകുന്നത് രക്തത്തിൽ നിന്നല്ല. എന്താ അതിൻ്റെ അർത്ഥം? ഫിസിക്കൽ ഡിസെൻഡിലൂടെയല്ല എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ടല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ബന്ധിക്കോസിലായിരുന്നു, ഞാൻ ബന്ധിക്കോസി വന്നു. അവർ ബന്ധിക്കോസിലായതുകൊണ്ട് ഞാനും ബന്ധിക്കോസി വന്നു. എനിക്ക് കൈയടിക്കാൻ മനസ്സിലായി എങ്ങനെയാ കൈയടിക്കേണ്ടത്. അല്പം ശരീരമൊക്കെ ഇളക്കേണ്ടത് എന്താന്ന് മനസ്സിലായി. കൃത്യസമയത്ത് സ്വോത്രകാഴ്ച പാത്രം വരുമ്പോൾ അതെങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ആ റിലീജിയസ് ആയിട്ടുള്ള വാക്കുകൾ, പ്രൈസ് ദ ലോർഡ്, അതൊക്കെ പറയാൻ പഠിച്ചു. ഞാൻ 13, 14, 15-ാമത്തെ വയസ്സിൽ കൊണ്ടെന്നെ സ്നാനപ്പെടുത്തി. ഞാൻ ധരിച്ചിരിക്കുകയാണ് പപ്പായും മമ്മിയും നല്ല ആളുകളാട്ടോ, നിഷ്കളങ്കമായിട്ട് ജീവിച്ചരാ, നല്ല സാക്ഷ്യമാണ്. അതുകൊണ്ട് ദൈവമക്കളായില്ല. ഇത് ഗൗരവമുള്ള കാര്യമാണ്. വിശ്വാസ സമൂഹം തിരിച്ചറിയണം. ഒരനുഭവം പറയാം. ഞാനേ ഒരു ഉപദേശിയാണ് ലോക്കൽ ചർച്ചിലെ. അപ്പം ഈ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതര പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് വരുന്നവരെ ഞാൻ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. ഇപ്പം എനിക്ക് പ്രശ്നമില്ല, വരുന്നവർ വരട്ടെ. കാരണം പറയാം. പലരും ഞങ്ങളവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു. ഈ നാട്ടുകാരി ഒരു കൊച്ചു വന്ന് രക്ഷിക്കപ്പെട്ടു. കേൾക്കണം. അവള് ആ സംഘടനയുടെ യൂത്ത് മൂവ്മെൻറ്റിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അന്യഭാഷ അടയാളത്തോടുകൂടി ആരാധിച്ച ആളാണ്. പക്ഷേ ദൈവവചനം നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പുതിയ ജനനം അവക്കില്ല, അവൾ പ്രാപിച്ചിട്ടില്ല. അവളുടെ ജീവിതത്തെ ശോധന ചെയ്ത് പരസ്യമായിട്ടൊരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ എഴുന്നേറ്റ് അവളൊരു കാര്യം പറഞ്ഞത് ഞാൻ മറക്കില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് എന്നിൽ വ്യാപരിച്ചത് എന്താണെന്നൊരു ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളോർക്കുന്ന ഈ താളം പിടിക്കുമ്പോൾ കൈയടിച്ച് മിന്നിക്കുന്നതാ കാര്യമെന്നല്ലല്ലല്ലല്ല. വീണ്ടും ജനിച്ചോ, ദൈവം ജനിപ്പിച്ചോ. അവർ രക്തത്തിൽ നിന്നല്ല, പാരമ്പര്യമായി കിട്ടുന്നതല്ല. ദൈവമക്കളെന്ന തസ്തിക ദൈവം വ്യക്തിപരമായി ജനിപ്പിക്കണം.
പാസ്റ്ററുടെ മകനോ മകളായിട്ട് രക്ഷപ്പെടില്ല, സെൻറ്റർ പാസ്റ്ററുടെ ആയിട്ട് രക്ഷപ്പെടത്തില്ല, അങ്ങ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആളായതുകൊണ്ട് രക്ഷപ്പെടത്തില്ല. സ്വോത്രം. ശരീരഭാഗമൊക്കെ ഇട്ട് ഇങ്ങനെ വെട്ടിക്കുകയൊക്കെ ചെയ്യാം. പുതിയതായി ജനിച്ചിട്ടുണ്ടോ, ദൈവ മക്കളായിട്ടുണ്ടോ, അതാണ് വിഷയം. ഇതൊന്നും ഇപ്പം നമുക്ക് നേരെ വരും. കാരണം നമുക്കെല്ലാം അങ്ങ് വലിയ വൻ കാര്യം. 666 ആരായിരിക്കും? ആരാണെങ്കിൽ നമുക്കെന്തോ പ്രിയമുള്ളവരെ, വിശ്വാസ സമൂഹം അപകടത്തിലാണ്. സൺഡേ സ്കൂളിൽ പോകുന്നത് ട്രോഫി മേടിക്കാനാണ്, CAക്ക് പോകുന്നത് ട്രോഫിയാണ് വിഷയം. പിന്നെ ക്യാമ്പ് നടത്തുമ്പോൾ തട്ടുകട നടത്തിയെന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. കേട്ടോ, പിള്ളേരെല്ലാം കൂടെ അവിടെ പോയെന്ന് ചാടി തട്ടുമൊക്കെ അടിച്ചേച്ച് പോരും. അനുതാപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ണുനീര് കണ്ടിട്ടുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കണ്ണ് തുറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടത്തിലാണ്, യൗവനക്കാർ അപകടത്തിലാണ്. നിങ്ങൾ ഇതിനകത്തിരിക്കുന്നവർ അങ്ങനെ ഒരു അനുഭവം ആത്മീകമായി നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കണം. Our children must be born again. അവർ രക്തത്തിൽ നിന്നല്ല, പാരമ്പര്യമായി നടക്കത്തില്ല ഇത്. നമുക്ക് മാതാപിതാക്കളൊക്കെ നല്ല നിലയിൽ ജീവിച്ചെങ്കിൽ അതിനായിട്ട് സ്തോത്രം ചെയ്യാം. കുറച്ച് അനുകൂല സാഹചര്യം നമുക്കുണ്ടായി. പെന്തക്കോസ്തിൽ വന്നതിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ കേൾവി അത് പറയുന്ന സഭയാണെങ്കിൽ ആ കേൾവി നമുക്കുണ്ടായത് മാതാപിതാക്കൾ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ്. പക്ഷേ അനുഭവം ഉണ്ടാകണം. അവർ രക്തത്തിൽ നിന്നല്ല. നിങ്ങൾക്കറിയാമോ യഹൂദന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം അവർ കർത്താവിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ദൈവമക്കളാണെന്ന്. ഓ കേട്ടോ, അതെന്താ കാര്യം? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. കർത്താവിനോട് പറയുന്നത് സൂക്ഷിച്ചു വേണം. അതിൻ്റെ 44-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരുടെ മക്കളാണ്. ആരുടെ? പിശാചിൻ്റെ മക്കളാന്ന് പറഞ്ഞു. വായിച്ചോ 44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. എങ്ങനുണ്ട്? ഇവിടെ നമ്മുടെ രജിസ്റ്ററിൽ പേര് കാണും. അത് നമുക്ക് വിശാല ഹൃദയമല്ലയോ? എല്ലാവരും പോരട്ടെ, എല്ലാവരും പോരട്ടെ. രജിസ്റ്ററിൽ എഴുതുക, ചത്താൽ കുഴിച്ചിടും. പക്ഷേ കർത്താവിന് പറയാനുള്ളത് ഇത്, വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ ആരുടെ മകനാണ്? ഇത് ചിലപ്പോൾ നേരിട്ടാരും പറയത്തില്ല. വീണ്ടും ജനനം പ്രാപിക്കാത്ത മുഴുവൻ പുള്ളികളും പിശാചിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കാര്യമായി ഇത് ചിന്തിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകണം. ഒരു പക്ഷെങ്കിൽ വെളിയിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും, നിങ്ങൾ വ്യത്യസ്ത മതത്തിൽ പോകുന്നവരായിരിക്കാം, മറ്റ് സംഘടനയിൽ പോകുന്നവരായിരിക്കാം, പള്ളിയിലൊക്കെ പോകുന്നവരായിരിക്കാം, നല്ലപോലെ കൗമ ചൊല്ലുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടോ? വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ? ദൈവം ജനിപ്പിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവകത്തുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അടിയറവ് പറഞ്ഞ് മാനസാന്തരപ്പെടുക. അവർ രക്തത്തിൽ നിന്നല്ല. നമ്മുടെ സമയം പെട്ടെന്ന് പോകുന്നല്ലോ. അടുത്തെഴുതിയിരിക്കുന്നത് അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. അതിൻ്റെ അർത്ഥം എന്താ? ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ദൈവമക്കളാകത്തില്ല. ജഡത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് വളരെ സിമ്പിളാണ്. നോർ ഓഫ് ദ വിൽ ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എഫർട്ട് കൊണ്ട് നടക്കത്തില്ല. എൻ്റെ ജഡത്തിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു, എൻ്റെ പേഴ്സണൽ എഫർട്ട് കൊണ്ട് എനിക്കൊരിക്കലും ഒന്നും ചെയ്യാനൊക്കത്തില്ല, ദൈവത്തിൻ്റെ കുടുംബത്തിൽ എനിക്ക് വരാനൊക്കത്തില്ല. ഞാൻ ഏതെങ്കിലുമൊക്കെ മതപരമായ ചടങ്ങുകൾ ചെയ്തതുകൊണ്ട് പുതിയ ജനനം എന്നിൽ നടക്കുന്നില്ല, ദൈവത്തിൻ്റെ മകനോ മകളോ ആകുന്നില്ല. സ്തോത്രം.
ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. നോർ ഓഫ് ദ വിൽ ഓഫ് മാൻ. മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കൊണ്ട് സ്നാനപ്പെടുത്തിയാൽ ഇത് നടക്കത്തില്ല. അതിന് മുൻപാണ് ഇത് നടക്കേണ്ടത്. ഇതൊരു അപാര അത്ഭുതത്താൽ നടക്കേണ്ടതാ, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല. അവിടെ പുരുഷന്റെ ഇഷ്ടത്താലല്ലെന്ന് പറയുമ്പോൾ മറ്റൊരു ധ്വനി അവിടെ വരും. അതിനേക്കാൾ ബെറ്റർ തർജ്ജിമ നോർ ഓഫ് ദ വിൽ ഓഫ് മാൻ. പേരന്റൽ എഫേർട്ട് കൊണ്ടും നടക്കത്തില്ല, പ്രീച്ചറിന്റെ എഫേർട്ട് കൊണ്ട് നടക്കത്തില്ല. പ്രസംഗി തലേ കൈവച്ച് പ്രാർത്ഥിച്ചാലോ കുഞ്ഞെ അങ്ങ് രക്ഷിക്കപ്പെടും, കുഞ്ഞെ അങ്ങ് രക്ഷിക്കപ്പെടും, കുഞ്ഞെ. അങ്ങനെ പലരെയും നമ്മൾ രക്ഷിക്കപ്പെടുത്തുന്നത്. പണ്ടൊരിക്കലേ ഗൾഫില് ഒരു സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസ്തി വന്നു. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യം അറിയാമല്ലോ, ഇതിൻ്റെ നീക്കം എങ്ങനെയാണ്. ഉടനെ ഉപദേശിമാരെല്ലാം കൂടെ അച്ചാനെ കാണും. അങ്ങനെയാണല്ലോ. മമ്മ വന്നു, അടുത്തതാരാ അച്ഛൻ. ഉപദേശിമാരെല്ലാം വിസിറ്റിങ് തുടങ്ങി. ഷെടായക്കിരിക്ക പൊറുതിയില്ല. ഉപദേശിമാരെല്ലാം പിടിക്കുന്ന ഒറ്റ വിഷയമാണ്, സ്നാനപ്പെട്ടേ തീരൂ. അല്ലെങ്കിൽ അത് പിന്നെ ഓരോ ലെവലുകളില്ല, നിർബന്ധിക്കും. പിന്നെ ആ ധ്വനിയൊക്കെ മാറും, പിന്നെ പേടിപ്പിക്കും. ഒടുവിൽ അച്ചായൻ പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാം, എങ്ങനെയും ഇത് ഒഴിയണ്ടേ. അങ്ങനെ ഭയങ്കര ആഘോഷമായി അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് ഞാൻ കേട്ടത്. കൊണ്ടുപോയി ആളുകളെല്ലാം സ്നാനക്കുളത്തിന് ചുറ്റും നിൽക്കുകയാണ്. അച്ചായനെ സ്നാനക്കുളത്തിലേക്ക് ഇറക്കി കർത്താവിൻ്റെ ദാസൻ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് സ്റ്റെയർ കേസുകൾ കയറി വരുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഈ ഉറ്റുനോക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയാം, മതിയല്ല നിനക്കൊക്കെ. എന്തിനാണ് ഈ സ്നാനപ്പെട്ടത്? ഈ പ്രീച്ചറിൻ്റെ എഫർട്ട് കൊണ്ടോ മാതാപിതാക്കളുടെ എഫർട്ട് കൊണ്ടൊന്നും അകത്ത് ഒരു ക്രിയയും നടക്കുന്നില്ല. ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവം ഉണ്ടാക്കണം. വാസ്തവത്തിൽ ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യവും വിശദീകരിക്കുന്നത്. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ പുതിയതായി ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യം കാണത്തില്ല. നിക്കോദിമോസിന് മനസ്സിലായില്ല. വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ ഇനിയും കയറി അമ്മച്ചി ഇനിയും പ്രസവിക്കണോ? 5-ാം വാക്യം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ കടക്കുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ഒരു ജനനമുണ്ട്. വിശദീകരിക്കാൻ ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. അതെന്താണ്? പരിശുദ്ധാത്മാവ് ആണ് ആത്മാവെന്നുള്ളത് നമുക്കറിയാം. വെള്ളമെന്നുള്ളതിനാണ് വ്യാഖ്യാനം വേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്, അലങ്കാരിക പ്രയോഗമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനമെടുത്ത് മാനസാന്തരപ്പെടുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇടുമ്പോൾ അവനത് വിശ്വസിക്കാൻ തയ്യാറായാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം അവൻ വിശ്വസിക്കാൻ തയ്യാറായാൽ അകത്ത് ഫർട്ടിലൈസേഷൻ നടക്കും. പുതിയ ജനനം, ഉയരത്തിലെ ജനനം, ദൈവം ജനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകും. കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചുവല്ലോ. സ്തോത്രം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം ജനിപ്പിക്കണം. അത് ദൈവത്തിൻ്റെ വചനത്താലാണ് നടക്കുന്നത്. അത് ആത്മാവിൻ്റെ ശക്തിയാലാണ് നടക്കുന്നത്. ജനിച്ചാൽ അറിയണം. പ്രൈസ് ദി ലോർഡ്. ജനിച്ചവരുടെ ഒന്നാമത്തെ ടെൻഡൻസി, അക്ഷരാർത്ഥത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? കരയുക. എന്തിന്? അമ്മയുടെ പാലിന് വേണ്ടി. മായമില്ലാത്ത പാലാകുന്ന ദൈവത്തിന്റെ വചനം കുടിക്കുവാൻ ക്രേവിംഗ്, ദാഹമുണ്ടായിരിക്കും. ഇന്നാളുകൾക്ക്
വാട്സാപ്പ് മാന്താനാ ക്രൈവിങ്. കൈയൊക്കെ പൊക്കി രക്ഷിക്കപ്പെട്ടു, പിന്നെ വീശി ചെയ്തു, എല്ലാം ശരിയാ. പക്ഷേ അതെന്തൊരു രക്ഷിക്കപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. പിന്നെ പലയിടത്ത് പാലുമില്ല, കട്ടിയായ ആഹാരമില്ല, ഒത്തിരി എണ്ണം ചത്തിരിക്കുകയുമാണ്. അതാണ് പറ്റിപ്പോയത്. ചാവാറായ ശേഷിപ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന് രാത്രി ഉണർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ സമയമാവും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവമക്കളാകുന്നതെങ്ങനെ ലേഖനം എഴുതുമ്പോൾ ഈ ദൈവമക്കളായവരുടെ സ്വഭാവവിശേഷം ജോൺ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവമക്കളാണോ അല്ലയോ എന്നറിയുന്നത്. അതാ ഞാൻ ആദ്യം മുഖവരയിൽ പറഞ്ഞത്, പെന്തിക്കോസ്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവമക്കളാകണമെന്നില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എന്തൊക്കെയാണ് സ്വഭാവവിശേഷങ്ങൾ? ഒന്ന് വായിക്കണേ കർത്താവിൻ്റെ ദാസനെ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു, എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. സ്വഭാവം മാറുമെന്ന്. ജനിപ്പിച്ചവൻ ആരാ? നീതിമാൻ, റൈച്ചസ്. അങ്ങനെയാണെങ്കിൽ ജനിച്ചവർ സ്ഥിരമായി നീതി പ്രവർത്തിക്കും. നീതി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫരീസയരും ശാസ്ത്രിമാരെ നോക്കിക്കൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഫരീസയരുടെയും ശാസ്ത്രിയുടെയും നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. അപ്പോൾ ഫരീസയർക്കും ശാസ്ത്രിമാർക്കും ഒരു നീതി ഉണ്ടായിരുന്നു. പക്ഷേ യേശു ആവശ്യപ്പെടുകയാണ്, ശിഷ്യന്മാരുടെ നീതി അതിനെ കവിയണം. അവിടെയും ഒത്തിരി വിശദീകരിക്കേണ്ടതാ. അതിൻ്റെ പ്രധാന കാര്യം അങ്ങ് പറയാം. എന്താ ഈ നീതി തമ്മിലുള്ള വ്യത്യാസം? ഫരീസയരുടെയും ശാസ്ത്രിയുടെയും നീതി അകം മാറിയിട്ടില്ല, പുറത്ത് അഭിനയിച്ച് പ്രാർത്ഥിക്കും, ഉപവസിക്കും, എല്ലാ ചടങ്ങുമുണ്ട്. വെള്ള തേച്ച ശവക്കല്ലറകളിൽ നിന്നൊക്കെ മത്തായി 23 അതുകൊണ്ടാണ് വിളിക്കുന്നത്. മത്തായി 23 1-ലധികം പ്രാവശ്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഫരീസയർക്ക് ഭയങ്കര സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവരെ നോക്കി പറയുന്നത്, ഈ കൊണ്ടുവരുന്നവരെ ഇരട്ടി നരകത്തിന് നിങ്ങൾ യോഗ്യരാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? പുറത്ത് ഭയങ്കര ഭക്തിയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. മത്തായി 23-28 വായിച്ചാൽ ക്ലിയറാ. മത്തായി 23-28. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു. അതെങ്ങനെയാ? കാരണം ആ ഡ്രസ് കോഡ്, ആ സംസാര രീതികൾ നമുക്കറിയാം ഇതെങ്ങനെയാ പെരുമാറേണ്ടത്. എല്ലാം കണ്ട നീതിമാനായിട്ട് ചമയാ. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നേ? അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. പരിശുദ്ധാത്മാവാ നിറയേണ്ടത്. പക്ഷെ നിറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പൊ അവരുടെ നീതി എന്താണ്? ആ നീതിയെ, ശിഷ്യന്റെ നീതി കവിയണമെന്ന് പറഞ്ഞാൽ പുറത്തെ അഭിനയമല്ല, ഹൃദയത്തിൽ പുതിയ ജനനത്താൽ വന്ന മാറ്റം നിമിത്തം അകത്ത് നിന്നുള്ള നീതി, അകത്ത് നിന്ന് ദൈവപ്രസാദമുള്ള പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടു വരണമെന്നർത്ഥം. പുതിയതായി ജനിച്ചോ? കർമ്മമാർഗത്തിലൂടെയല്ല ആത്മരക്ഷ. പക്ഷേ രക്ഷിക്കപ്പെട്ടവര് പ്രവൃത്തി വേണം. സ്വഭാവം കണ്ടാൽ അറിയാം പുതുതായിട്ട് ജനിച്ചോ ഇല്ലയോ എന്ന്. കമ്മിറ്റി കൂടണം, അന്നേരം അറിയാം. വായിന്ന് വരുന്ന വാക്കും ആ പെരുമാറ്റച്ചട്ടമൊക്കെ കാണുമ്പോൾ അന്നേരമാണ് നമ്മൾ പറയേണ്ടത്, വെളിപ്പെട്ട് വരട്ടെ.
അല്ലാതെ രക്ഷിക്കപ്പെട്ടു കൈപൊക്കി എന്നെത്ര ഞാൻ 1970 സ്നാനപ്പെട്ടു, ശരിക്കും രക്ഷിക്കപ്പെട്ടോ? പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടാൽ മായമില്ലാത്ത പാല് കുടിച്ച് കട്ടിയായ ആഹാരമൊക്കെ കഴിച്ച് ആത്മപ്രവർത്തിക്ക് വിധേയപ്പെട്ട് ജഡത്തിന്റെ പോരാട്ടങ്ങളെ അമർച്ച ചെയ്ത് മരിപ്പിച്ച് ആത്മീകമായി മുന്നേറി ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമായോ? അതോ പെന്തിക്കോസ് അഭിനയിക്കുകയാണോ? പ്രിയമുള്ളവരെ, യേശു വരുന്നത് ദൈവം ജനിപ്പിച്ച ആളുകളെ, നീതി പ്രവർത്തിക്കുന്നവരെ ചേർക്കാൻ വേണ്ടിയാ. കാപട്യം മുഴുവനും അഴിയും. നമ്മൾ ഈ ബാഹ്യമായിട്ട് കാണുന്ന ഒന്നുമല്ല ആത്മീകം. ഞാനിവിടെ പ്രസംഗിച്ചു, എൻ്റെ അകം നിങ്ങൾക്കറിയില്ല. പാട്ട് പാടാം, ആഞ്ഞ് പാടാം, താളം തെറ്റിച്ച് പാടാം, കൂട്ടമടിപ്പാട്ട്, തമ്പേറ് തല്ലി തോലെല്ലാം കൂടെ പൊളിക്കാം. അതെല്ലാം ബാഹ്യമാ, ഉള്ളാരും കണ്ടില്ല. യേശു ഫരീസേനോട് പറയാം, നിന്റെ അകം കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുതുതായി ജനിച്ചതിൻ്റെ ഒരടയാളം നീതി നിരന്തരം പ്രവർത്തിക്കുന്നവരായിരിക്കും. അതവൻ്റെ ലൈഫ് സ്റ്റൈലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? വചനം പറയുന്നത് ആള് പെർഫെക്റ്റ് ആയെന്നാണോ? ലോകത്തിലാരും പെർഫെക്റ്റ് അല്ല. അത് 1 യോഹന്നാൻ തന്നെ സമ്മതിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7, 8, 9, 10 വാക്യം വായിച്ചാൽ രക്ഷിക്കപ്പെട്ടവരിൽ പാപം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നീതിമാനാണ് ദൈവം ഏറ്റു പറഞ്ഞാൽ പാപക്ഷമയുണ്ടെന്ന് ആ പുസ്തകം പറയുന്നത്. പാപമില്ലെന്നൊരുത്തൻ പറഞ്ഞാലോ കള്ളം പറയാണെന്നല്ലേ വേദപുസ്തകം പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടുത്തെ അർത്ഥം? നീതി നിരന്തരം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ എത്തിയെന്നല്ലതിൻ്റെ അർത്ഥം. അതെന്നാ എത്തുന്നതെന്നൂടെ പറയാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1, 2 വാക്യമൊക്കെ വായിക്കുമ്പോൾ, ഒരു ദിവസം ഞാൻ അവനെ താൻ ഇരിക്കും പോലെ കാണും, അന്ന് ഞാൻ അവനെ പോലെയാകും. അന്നാ ഞാൻ അവനെ പോലെയാകുന്നത്. ഇന്നോ ഞാൻ അനുദിനം അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളത്തിൽ ഞാൻ പാപത്തെ വെറുക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ നീതിയാണ് പ്രസാദം. എനിക്കതാണ് എപ്പോഴും ചെയ്യുവാൻ ആഗ്രഹം. ഇതാണ് രക്ഷിക്കപ്പെട്ടാലുള്ള ഗുണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും കൂടി ഇപ്പം സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ പോകണം. പെട്ടെന്ന് 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ കൺവെൻഷൻ തുടങ്ങും. പാട്ടുമൊക്കെ കേൾക്കണം. ഓഫ് ചെയ്തേച്ച് വന്നിരിക്കുക. ഇനി തിരിച്ചു പോയി വേണം, ബാക്കി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടൊരു പാട്ട് പാടും, അങ്ങ് ജമ്പ. എന്താ? വാനമേക്കെ വിശുദ്ധരെ ചേർക്കുവാനായി. ജമ്പ് ചെയ്താലേ ഈ എത്രയും കിളരത്തിലുണ്ട് അത്രേ പോകൂ. അകമാ വിഷയം. അകത്ത് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവം ജനിപ്പിച്ചിട്ടുണ്ടോ? അകത്ത് ജനിപ്പിച്ചവരുടെ ഉള്ളത്തിൽ ആത്മാവുണ്ട്. പിന്നീട് പെന്തക്കോസ്തിന്റെ അനുഭവം, സമൃദ്ധിയായി ആത്മാവിനെ ലഭിച്ചു. ആത്മാവിലാണോ ജീവിതം? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നമുക്ക് പറ്റുന്ന എന്താണെന്നറിയാമോ? ആദ്യത്തെ ദിവസത്തെ പ്രസംഗം നമ്മളൊന്ന് നോക്കിയാൽ 10-ൽ ഇത്ര കിട്ടും. രണ്ടാമത്തേത് ഒരു മാർക്ക് കിട്ടും. മൂന്നാമത്തെ ഇങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. 9 മണിയാകുമ്പോൾ വേണം മാർക്ക് ഇടാൻ. അതിങ്ങനെ ആനലൈസ് ചെയ്യുക. ഇതാ നമുക്ക് പറ്റിയ അബദ്ധം. വേറെ കുറച്ച് പേരുണ്ട്, എല്ലാം വെളിയിലോട്ട് കേൾപ്പീര്, വെളിയിൽ കേൾപ്പീര്. കാരണം നമ്മൾ ഫരീസേന, 1-ാം കട ഫരീസേനാണ്. കാരണം നമ്മളെല്ലാം എല്ലാം ആയിക്കഴിഞ്ഞ് ഇനി റാപ്ചർ നടന്നാൽ മതി. അവരെല്ലാം കേൾക്കുക, എല്ലാവരും കേൾപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നഷ്ടപ്പെടുകയാണ്. രക്ഷിക്കപ്പെടാൻ ആളുകൾ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുക. സുവിശേഷം പറയാൻ ഏറ്റവും പാകമായിട്ടുള്ള സ്ഥലം പെന്തക്കോസ്ത് യോഗമാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഭവമുള്ളവർക്കായി സ്തോത്രം. ആത്മാവിൽ നടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പക്ഷേ ഒത്തിരി ആളുകൾ അകത്ത് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നീതിയോടെ ജീവിക്കുക, അതൊരു തെളിവാണ്. രണ്ടാമത്,
1 യോഹന്നാൻ 3:9 മറ്റൊരു സ്വഭാവവിശേഷം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. കേട്ടോ, അല്പസമയം ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പാപത്തിൽ, ഒരേ പാപത്തിൽ അവൻ തുടരുന്നില്ല. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് ആയെന്നല്ല. ജീവിതത്തിൽ ബലഹീനതകൾ വരും, ഏറ്റുപറഞ്ഞുപേക്ഷിക്കും. പക്ഷെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്ന. ആ 9 പൂർണ്ണമായിട്ടൊന്ന് വായിക്കണേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്താ ഈ വിത്ത്? പല നിലയിലാണ് ബൈബിൾ സ്കോളേഴ്സ് വ്യാഖ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിത്തായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ വിത്തായിട്ട് പറയുന്നുണ്ട്. പുതിയ സ്വഭാവമകത്ത് വന്നത്, ആ ദിവ്യ സ്വഭാവമകത്ത് വന്നത് വിത്തായി പറയുന്നുണ്ട്. ഞാനിതെല്ലാം കൂടെ 3 കൂടെ ചേർത്ത് പറയാം. അതാ വിത്ത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം അകത്തിട്ടും പുതിയ നേച്ചർ അകത്ത് കിട്ടി. ഈ വിത്ത്, ഈ പുതിയ സ്വഭാവം അകത്തുള്ളത് കൊണ്ട് പിന്നീട് അഴുക്കിഷ്ടമല്ല. പണ്ട് മ്ലേച്ഛത കാണുമായിരുന്നു, മ്ലേച്ഛമായി സംസാരിക്കുമായിരുന്നു, മ്ലേച്ഛതയുള്ളിടത്ത് പോയി കൂടി ഇരിക്കുമായിരുന്നു, ഒട്ടച്ചൊല്ലും കളിവാക്കും വേണ്ടാതീനം മുഴുവനും പറയുമായിരുന്നു, വഴക്കുണ്ടാകും, ഒന്നാംകിട വഴക്കാളിയായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ സ്വഭാവമുണ്ട്. വിത്തകത്തുള്ളത് കൊണ്ട് പാപത്തിൽ തുടരത്തില്ല, പാപത്തെ അവൻ വെറുക്കുന്നു. ഈ വിശുദ്ധിയുടെ പ്രമാണമകത്തുണ്ടോ? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹി വിൽ നോട്ട് പ്രാക്ടീസ് സിൻ. അതിന്റെ 8ാം വാക്യം ദൈവദാസനെ ഒന്ന് വായിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ ആകുന്നു. അയ്യോ, അപ്പൊ നമ്മുടെ സഭയിലൊക്കെ എന്തുണ്ട്? ആളുകളൊന്നും പറയത്തില്ല, പിശാചിന്റെ മക്കളുണ്ട്. ഓ, അതൊക്കെ പുള്ളി അങ്ങനൊക്കെ പറഞ്ഞ അല്ല. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യേശു. യോഹന്നാൻ 6:70-71 പറയുന്നത് നിങ്ങളിൽ ഒരുവൻ പിശാചാണെന്നാ. 12-ന് 1 വെച്ചാണെങ്കിൽ അയ്യോ, കണക്ക് കൂട്ടുക വേണ്ട. കാര്യം ഗൗരവമാണ്. പുതുതായിട്ട് ജനിച്ചിട്ടുണ്ടോ? ദൈവം ജനിപ്പിച്ചിട്ടുണ്ടോ? ആത്മാവകത്തുണ്ടോ? ഇന്നും മ്ലേച്ഛതയിലാണോ? മ്ലേച്ഛതകൾക്കാണോ കൈനീട്ടുന്നത്? ഇന്നും മ്ലേച്ഛതയാണോ പറയുന്നത്? ഇന്നും നിന്റെ കണ്ണുകളെ ത്രസിപ്പിക്കുന്നത് ആ വാട്സാപ്പിൽ വരുന്ന മ്ലേച്ഛതയാണോ? ഉപദേശിമാരെ, വിടുതൽ പ്രാപിക്ക. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. മക്കളുടെ സ്വഭാവം ജനിപ്പിച്ചവന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കണം. വീട്ടിലെ കുഞ്ഞുണ്ടായപ്പോ പറഞ്ഞില്ലായിരുന്നു, അയ്യോ അമ്മയുടെ മൂക്ക് പറിച്ച് വെച്ചേക്കുക, അയ്യോ അവൻ്റെ അച്ചാച്ചൻ നടക്കുന്ന പോലെ തന്നെയാ നടക്കുന്നത്. ഇത് ലോകം നമ്മെക്കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ലോകം പറയുന്നത് എന്താന്ന് ഞാൻ പിന്നെ ഒന്ന് പറയാൻ നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിപ്പിച്ചവന്റെ സ്വഭാവമാണ് വേണ്ടത്. ദൈവസഭയിൽ ആ മാതൃകയിൽ ജീവിതം നയിക്കുന്നവരെ കൊണ്ട് നിറയട്ടെ. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നത് കേവലം പാട്ട് പാടിപ്പിക്കാൻ മാത്രമല്ല, കരപടിക്കാൻ വേണ്ടി മാത്രമല്ല, ജയകരമായ ജീവിതം നയിക്കാൻ എനിക്ക് കഴിവില്ലാതെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ അകത്ത് വന്ന് സ്ഥിരമായി താമസിച്ച് എന്നെ കൊണ്ട് ജയകരമായ ജീവിതം ചെയ്യിപ്പിക്കുകയാണ്. അതൊരു സൂപ്പർ നാച്ചുറൽ അനുഭവമാണ്. സമയമില്ലല്ലോ. 1 യോഹന്നാൻ 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 3-ാമത്തെ കാര്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന്
ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇത് ഒത്തിരി ലേറ്റായി പോയല്ലോ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങൾ. അന്ത്യത്താഴത്തിന് കർത്താവ് ഇരിക്കുകയാണ്. 30-ാം വാക്യത്തിൽ യൂദാസ് ഇസ്കറിയോത്ത് അവിടം വിട്ടിട്ട് അവനവൻ്റെ പണിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് യേശുവിൻ്റെ ടീച്ചിങ്സ് തുടങ്ങുകയാണ്. 13:31 മുതൽ യേശു പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അത് കഴിഞ്ഞിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. 35-ാം വാക്യം, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ലോകം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് എങ്ങനെ പറയും? ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ. സത്യം പറ, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, കയ്യടിയുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു ഐറ്റമേ ഉള്ളൂ. ഏത്? അതെങ്ങനെ? പാർട്ടി പലതല്ലേ, എങ്ങനെ സ്നേഹിക്കാൻ ഒക്കും? പ്രൈസ് ദ ലോർഡ്. ജനിച്ചോ, ദൈവം ജനിപ്പിച്ചോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്നേഹിക്കും. പ്രൈസ് ദ ലോർഡ്. ഇനി ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട 3 കാര്യം പറയാം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് 3 കാര്യം. ഈ ലേഖനം തന്നെ 2-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസിയാണെന്ന് ക്ലെയിം ചെയ്യുന്നവർ സഹോദരനെ പകയ്ക്കുകയാണെങ്കിൽ വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കേട്ടോ, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ടീം അല്ല. പ്രൈസ് ദ ലോർഡ്. നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അടുത്തത് ആ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം 15-ാം വാക്യം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകൻ ആകുന്നു. ഒരു കൊലപാതകനും സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷേ ഇനി നമുക്ക് ടൈമില്ല. അടുത്തത് 4-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള കൈവക്കല്ല് കള്ളന, ഇരുട്ടില, കൊലപാതകന. എന്നിട്ട് നമ്മളെല്ലാം കൂടെ കൈയടിച്ച് താളം തെറ്റിച്ചാൽ എന്താണിതിൻ്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സകല പുള്ളികളും നേതാക്കന്മാരുമേ? വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ ക്വാളിറ്റിയാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. ആമേൻ. കാണാത്ത ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. കാണുന്ന സഹോദരനെ പകയ്ക്കുക. സൂപ്പർ കള്ളനാ നീ, അല്ലേ കള്ളി. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൻ്റെത് അളവ് പോലെ കേട്ടോ. ഇതാ കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയെ നടക്ക്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അത്ര ഈസി അല്ല സംഭവം. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം കൂടെ പറയാം. മഴ പെയ്യുന്നു, സമയം കഴിഞ്ഞു. 1 യോഹന്നാൻ 5-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നവരാണ് വീണ്ടും ജനിച്ചവർ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ജനിച്ചവർ നീതി പ്രവർത്തിക്കുന്നവർ, വീണ്ടും ജനിച്ചവർ പാപത്തെ വെറുക്കുന്നവർ, വീണ്ടും ജനിച്ചവർ അന്യോന്യം സ്നേഹിക്കുന്നവർ, വീണ്ടും ജനിച്ചവർ അവർ ലോകത്തെ ഓവർകം ചെയ്യുന്നവർ. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെയുള്ള വശീകരിക്കുന്ന ലോകത്തിന്റെ സിസ്റ്റത്തെ ലൗകികന് ജയിക്കാൻ ഒക്കത്തില്ല.
അന്തരാത്മാവിൽ ആത്മാവുള്ളവൻ, ദൈവവചനത്തിന്റെ പ്രമാണമുള്ളവൻ അതിനെ ജയിക്കും. അവൻ ലോകത്തിന്റെ സിസ്റ്റത്തെ പകയ്ക്കും. അവനവന്റെ വിശുദ്ധി കാക്കും. വാനമേഘേ വിശുദ്ധരെ ചേർക്കുവാൻ യേശു വരുമ്പോൾ അവൻ എടുക്കപ്പെടും. കർത്താവിന്റെ ദാസനെ കൺക്ലൂഡ് ചെയ്യുക. ഒരു വാക്യം ഓർമ്മയിൽ വരുന്നു. 1 യോഹന്നാൻ 2:28 കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, നാം അവന്റെ സന്നിധിയിൽ, ദൈവസഭ ഇത് കേൾക്കണം, ലജ്ജിച്ചു പോകാതിരിക്കാൻ ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കേട്ടോ, ലജ്ജിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ധൈര്യത്തോടിരിക്കുന്ന ഗ്രൂപ്പുണ്ട്. ധൈര്യത്തോടായിരിക്കും? വചന സ്ഥിരമായി ധ്യാനിച്ച് അതിൽ വസിക്കുന്നവർ. അവരാണ് വാസ്തവത്തിൽ 29 വാക്യം അനുസരിച്ച് നീതി പ്രവർത്തിക്കുന്നത്. അവരാണ് പാപത്തോട് എതിർത്ത് നിൽക്കുന്നത്. അവരാണ് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത്. അവരാണ് അന്യോന്യം സ്നേഹിക്കുന്നത്. അവരാണ് ലോകത്തെ ജയിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളുടെ ക്വാളിഫിക്കേഷൻസ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു. കണ്ണുകൾ ദൈവസന്നിധിയിൽ നടച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ നമ്മളെ ഒരു ആരാധന ഗീതത്തിൽ നയിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഓൾട്ടർ കോൾ കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവ മക്കളെന്ന ആ തസ്തികയിലേക്ക് വരാൻ ഒരു ആത്മീയ അനുഭവം നിങ്ങളുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് വചനത്താൽ ചെയ്തെടുത്തിട്ടുണ്ടോ? അതോ അകത്ത് വേറൊരു പ്ലാൻ, പുറത്ത് വേറൊരു പ്ലാൻ എന്ന ക്രമത്തിലാണ് ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ, ഈ രാത്രി ഇരിക്കുന്ന ഇടത്ത് മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിലേക്ക് മടങ്ങിവാ. ദൈവവചനത്തിലേക്ക് മടങ്ങിവാ. കർത്താവ് വരാൻ സമയമായി. കർത്താവ് വരാൻ സമയമായി. ദൈവസഭ അതിൻ്റെ ആത്മീയതയോടുകൂടി തിരുവല്ലായിൽ വെളിപ്പെട്ടു വരട്ടെ. തിരുവല്ലായിൽ വെളിപ്പെട്ടു വരട്ടെ. അനേക കാര്യങ്ങൾ കണ്ടു മടുത്ത തിരുവല്ലായുടെ മണ്ണിൽ ജീവിക്കുന്ന ഒരു ശേഷിപ്പ് വെളിപ്പെട്ടു വരട്ടെ. തമ്മിൽ അടിക്കുകയും ഒരു ആലയത്തിനകത്ത് തന്നെ രണ്ടാരാധന വെളിപ്പെടത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ തിരുവല്ലായുടെ മണ്ണിൽ തന്നെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ജീവിക്കുന്ന കുറെ ആളുകൾ, ജീവിക്കുന്ന കർത്താവിൻ്റെ ശേഷിപ്പ് ശിഷ്യന്മാർ പുറത്തു വരട്ടെ. അവരെ കണ്ട് ലോകം പറയട്ടെ, ഇവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാര്. അന്യോന്യം സ്നേഹിക്കുന്ന ഒരു പ്രൈസ് ദി ലോർഡ് ഗ്രൂപ്പ് വെളിപ്പെട്ട് വരട്ടെ. പാപത്തെ വെറുക്കുന്ന ശിഷ്യന്മാർ വെളിപ്പെട്ട് വരട്ടെ. ലോകമോഹങ്ങളെ തിരസ്കരിച്ച് അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വെളിപ്പെട്ട് വരട്ടെ. ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി ഹൃദയപൂർവ്വം വെളിപ്പെട്ട് വരുന്ന, അവരുടെ സ്വഭാവത്തിൽ വെളിപ്പെട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് വെളിപ്പെട്ട് വരട്ടെ. തിരുവല്ല സുവിശേഷീകരിക്കുവാൻ അങ്ങനെ ഒരു സംഘത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ വായികളും തുറക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ടെ. ദൈവം നമ്മെ കൂടാരത്തിൽ കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ദൈവം ഒരുക്കി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ശോധന ചെയ്യുക. ഇതിനകത്തിരിക്കുന്നവർ, പുറത്തുള്ളവർ ഹൃദയത്തെ ശോധന ചെയ്യുക. ഒരുപക്ഷെങ്കിൽ സഭയിലെ മുഖ്യനായിരിക്കാം, പക്ഷേ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ട്രഷറർ ആയതുകൊണ്ടോ സെക്രട്ടറി ആയതുകൊണ്ടോ ചാച്ചോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നാവിലൂടെയും കണ്ണിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെട്ട് വരേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് സാത്താന്യ ശക്തികളുടെ എല്ലാവിധമായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ആത്മീകമായി മുന്നോട്ട് വിടാതെ വണ്ണം ബലഹീനമാക്കുന്ന, പുറമോട്ട് വലിക്കുന്ന ദുഷ്ടയാഴങ്ങൾ, ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയറവ് പറഞ്ഞ് വിട്ടുമാറട്ടെ. സഭകളിൽ ശുദ്ധീകരണം വെളിപ്പെടട്ടെ. സഭകളിൽ ശുദ്ധീകരണം വെളിപ്പെടട്ടെ. എല്ലാ മലിനതകൾ, എല്ലാ അഴുക്ക്, എല്ലാ വ്യാജഭാവങ്ങൾ, എല്ലാ പാരവെപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വിഘടിപ്പിക്കുവാനും ഭിന്നതയിടുവാനും
വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയറവ് പറയട്ടെ. ഐക്യതയ്ക്കെതിരെ പോരാടുന്ന, അനൈക്യത കുത്തിവെക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. എല്ലാ വായികളും തുറക്കട്ടെ. ചിലതിനെ കയ്യിലെടുത്ത് കരുവാക്കുവാൻ ശ്രമിക്കുന്ന ചില ഗൂഢാലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിയട്ടെ. സഭയ്ക്ക് വിരോധമായി, സഭകൾക്ക് വിരോധമായി, സെക്ഷന് വിരോധമായി നിൽക്കുന്ന ചില ആഴങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജനം ആത്മനിറവോട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ആത്മനിറവോടെ ശാസിക്കേണ്ടതിനെ ശാസിക്കണം. ദൈവസഭയിൽ ശുദ്ധീകരണമുണ്ടാകട്ടെ. ഓരോ പ്രാദേശിക സഭയിലും വിശുദ്ധിയുടെ പ്രമാണം ഉണ്ടാകട്ടെ. അശുദ്ധമായത് മാറി നിൽക്കട്ടെ. വേർപെടേണ്ടവരിൽ നിന്ന് വേർപാട് പാലിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ വായികളും തുറക്കട്ടെ. എല്ലാ വായികളും തുറക്കട്ടെ. എല്ലാവരും ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മളൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി വചനത്തിന് മുൻപാകെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൃഢ നിശ്ചയമെടുക്ക്. അശുദ്ധിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കത്തില്ല. ഭിന്നതയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കത്തില്ല. നിങ്ങളൊരു ദൈവ വൈതലാണ്. വായ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റ് മടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റ് മടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ